മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കേരള ജനത വളരെ വലിയ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കുമെന്നുള്ളത് വ്യക്തമാക്കുന്ന വാർത്തയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മേയർ മറ്റൊരു അന്വേഷണത്തിന് തുടക്കമിട്ടിരിക്കുന്നു. മുൻ മേയർക്കെതിരെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിലുള്ള കമലേശ്വരത്തെ കൺവെൻഷൻ സെന്റർ കരാറ് കൊടുത്തത് തന്റെ സ്വന്തക്കാർക്കാണ്. അതായത് മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ സ്വന്തക്കാർക്കാണ്. നിബന്ധനകൾ, കരാറ് കൊടുക്കേണ്ട നിബന്ധനകൾ പാലിച്ചിട്ടില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താന് നിലവിലെ മേയർ വി രാജേഷ് കോർപ്പറേഷൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത കൗൺസിൽ യോഗത്തില് വ്യക്തമായും ഇതിന്റെ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശവും കൊടുത്തിരിക്കുന്നു. അതായത് മുൻ മേയർ നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പിനെയും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് നിലവിലെ മേയർ വി രാജേഷ് വ്യക്തമാക്കി പ്രഖ്യാപിക്കുന്നത്. ഈ വാർത്തയൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ കേരള ജനതയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കാരണം മറ്റൊന്നല്ല, നമ്മൾ കേരളത്തിന്റെ സർക്കാരിനെ ഒന്ന് എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഒരു തവണ UDF, മറ്റൊരു തവണ LDF, ഇവരിങ്ങനെ മാറി മാറി ഭരിച്ചാലും ഒരിക്കലും ഒരു LDF സർക്കാർ വന്നാൽ UDFന്റെ തട്ടിപ്പൊക്കെ പുറത്തിട്ട് UDF നേതാക്കന്മാരെയൊന്നും അവർക്കെതിരെ ഒരു നടപടി എടുക്കാറില്ല. അതേപോലെ തന്നെ UDF അധികാരത്തിലെത്തിയാലും LDF നേതാക്കന്മാർ ചെയ്ത തട്ടിപ്പുകളൊന്നും എടുത്ത് പുറത്തിട്ട് ജയിലിൽ അടയ്ക്കാൻ നോക്കാറില്ല. എന്നാൽ BJP അതിൽ നിന്നൊക്കെ വിഭിന്നമാണ്. തങ്ങളെ ജയിപ്പിച്ചിട്ടുള്ളത് ജനങ്ങളാണ്. ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചിട്ടുള്ളത് എന്താണോ മുൻ മേയറും കൂട്ടരും നടത്തിയിട്ടുള്ള തട്ടിപ്പുകള്, അത് തെളിവ് സഹിതം പുറത്തിടുക എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടെ നിലവിലെ ഭരണസമിതിക്ക് ഉണ്ട് എന്നുള്ള വ്യക്തമായ ബോധ്യത്തിലാണ് BJP മുന്നോട്ട് പോകുന്നത്. ഇത് കൃത്യമായിട്ട് BJP ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഭരണത്തിലെത്താൻ ഞങ്ങൾ മേയർ നിലവിലെ ഇടതുപക്ഷം ചെയ്യുന്ന കള്ളത്തരങ്ങൾക്കെതിരെ നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞ് അധികാരത്തിലേക്ക് എത്തിയിട്ട് മിണ്ടാതിരിക്കില്ല. കൃത്യം എണ്ണി നിലവിളക്കൽ പോലും മുൻ മേയറും കൂട്ടരും നടത്തിയ തട്ടിപ്പ് എടുത്ത് പുറത്തിട്ടുണ്ട്. 10,000 രൂപയുടെ വിളക്കിന് 6,000 രൂപ വാടക കൊടുക്കുന്ന ആ ഒരു പ്രത്യേകതരം തട്ടിപ്പുൾപ്പെടെ നിരന്തരം മുൻ മേയറും കൂട്ടരും നടത്തുന്ന ഓരോ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുക. വ്യക്തമായിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് കൺവെൻഷൻ സെന്ററിന്റെ കരാറ് അത് തന്റെ സ്വന്തക്കാർക്കാണോ നടത്തിയിട്ടുള്ളത്? അതിൽ കരാർ ലംഘനങ്ങള്, നിബന്ധനകൾ, കരാറ് കൊടുക്കേണ്ട നിബന്ധനകൾ ലംഘിച്ചിട്ടുണ്ടോ? ഇതൊക്കെയായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് മേയർ ഉത്തരവിട്ടിരിക്കുന്നു. ഇതാണ് കേരള ജനത ആഗ്രഹിക്കുന്നത്. ഒരു ഭരണ സംവിധാനത്തെ ജനങ്ങൾ താഴേക്കിറക്കുന്നത് ആ ഭരണ സംവിധാനങ്ങൾ തങ്ങളുടെ പൊതുപണം ഉൾപ്പെടെ തട്ടിപ്പ് നടത്തിയെന്ന വ്യക്തമായ ബോധ്യത്തിലാണ്. അത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പിന്നീട് ജനങ്ങൾ വിജയിപ്പിക്കുന്ന ഭരണകക്ഷിക്കാണ്. അത് BJP തിരുവനന്തപുരത്ത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, കൃത്യമായ വികസന കാര്യങ്ങളിൽ മറ്റൊരു കാഴ്ചപ്പാട് കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നതാണ് കോർപ്പറേഷൻ പരിധിയിലെ കെൽട്രോണുമായി കരാറുണ്ടാക്കിയിട്ടുള്ള നിരവധി 50-ലധികം സിഗ്നൽ ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നില്ല. അതിന്റെ കാരണം 2023 ശേഷം കെൽട്രോണുമായി ബന്ധപ്പെട്ട് കരാറ് ഈ പറയുന്ന കേരള സർക്കാർ പുതുക്കിയിട്ടില്ല. ആ കരാറൊക്കെ താറുമാറായി കിടക്കുന്നത് കൊണ്ട് തന്നെ സിഗ്നൽ ലൈറ്റുകൾ നമ്മുടെ തലസ്ഥാന നഗരിയിൽ കത്തുന്നില്ല എന്നൊരു അവസ്ഥ. അതുമായി ബന്ധപ്പെട്ട് നിരവധി കൂട്ടിമുട്ടലുകൾ, അപകടങ്ങളൊക്കെ നമ്മുടെ തലസ്ഥാന നഗരിയിൽ നടന്നുകൊണ്ടിരിക്കുക. ഇടക്ക് കത്തും, ഇടക്ക് കത്തില്ല. നമ്മുടെ തലസ്ഥാന നഗരിയെ ഇടതുപക്ഷം ഭരിച്ചൊരു കോലത്തിലാക്കിയ കഥയാ. എന്നാൽ തെരുവിളക്കുകൾ കത്താതിരുന്നാൽ എന്താണ് മേയറുടെ നടപടി? അതായത് കോർപ്പറേഷൻ പരിധിയിലെ
തെരുവ് വിളക്കുകൾ കത്താതിരുന്നാൽ എന്താണ് നടപടി എന്നുള്ളത് എത്ര സുന്ദരമായിട്ടാണ് മേയർ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. ഏത് തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിനെ കുറിച്ച് ചർച്ചകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പ്രശ്നം റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. മറ്റൊന്ന് KRFB കേരള റോഡ് ഫണ്ടിൻ്റെ ഉടമസ്ഥയിലുള്ള ആയിരക്കണക്കിന് ലൈറ്റുകളുണ്ട്. ആ ലൈറ്റുകളുടെ കാര്യത്തിൽ അവരാണ് പരിഹരിക്കേണ്ടത്. അവർക്ക് അതിന് ഫണ്ടുണ്ട്, അവരുടെ ഉടമസ്ഥയിലുള്ളതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. ഈ റോഡിൻ്റെയൊക്കെ മീഡിയനിലിരിക്കുന്ന ലൈറ്റ് പലതും KRFBയുടേതാണ്. അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റിക്കും PWDയുടെ ഉൾപ്പെടെ ലൈറ്റുകളുണ്ട്. അതാത് ഡിപ്പാർട്ട്മെൻറ്റാണ് പരിഹരിക്കേണ്ടത്. കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമുള്ള ലൈറ്റുകൾ ഞങ്ങൾ 3 കമ്പനികൾക്ക് കരാർ കൊടുത്തിട്ടുണ്ട്. ആ കമ്പനികളുമായിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ മീറ്റിംഗ് നടത്തുന്നുണ്ട്. KSEBയുമായിട്ടുള്ള ഈ സാങ്കേതിക പ്രശ്നത്തിലൊരു പരിഹാരം കൂടെ കണ്ടെത്തുന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഞങ്ങൾ കോഡ് ഓഫ് കോൺടാക്ട് മാറിയതിന് ശേഷം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് ഓഫ് ആകുമ്പോൾ തന്നെ ഞങ്ങളുടെ മോണിറ്ററിംഗ് സെൻറ്ററിൽ ഈ വിവരം വരും. 48 മണിക്കൂറിൽ കൂടുതൽ ലൈറ്റ് ഓഫായി കിടന്നാൽ ഈ കമ്പനികൾക്ക് പിഴ ഈടാക്കാൻ ഉണ്ട്. അവർക്ക് കൊടുക്കുന്ന മാസാമാസം കൊടുക്കുന്ന തുകയിൽ ഞങ്ങളത് കുറയ്ക്കും. നിങ്ങൾ കേട്ടില്ലേ? പൊതുപണത്തോട്, തിരുവനന്തപുരം ജനതയുടെ പൊതുപണത്തോട് എത്ര സുന്ദരമായിട്ടാണ് മേയർ നീതി പുലർത്തുന്നത്. കോർപ്പറേഷന്റെ കരാർ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന തെരുവ് വിളക്കുകൾ കത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ മാസം തോറും കോർപ്പറേഷനിൽ നിന്ന് കൊടുക്കുന്ന തുക ഞങ്ങൾ കൊടുക്കില്ല. ഞങ്ങൾ കരാറിൽ ഏർപ്പെട്ട ആളുകളുമായിട്ട് വ്യക്തമായ ഒരു നിയമമുണ്ട്. അതിനനുസരിച്ച് 48 മണിക്കൂറിനുള്ളിൽ അത് കത്താതിരിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, കത്താതിരുന്നാൽ അതിന് ഫൈൻ അടിപ്പിക്കോ. എത്ര സുന്ദരമായിട്ടാണ് തിരുവനന്തപുരം ജനതയുടെ പൊതുപണത്തോട് മേയറൊക്കെ നീതി പുലർത്തുന്നത്. അതേസമയം കേരള സർക്കാരിന്റെ കീഴിലുള്ള നിരവധി സിഗ്നൽ ലൈറ്റുകൾ പോലും കത്തുന്നില്ല. എന്തൊരു ഗതികേടിലേക്ക് നമ്മുടെ നാടിനെ കേരള സർക്കാർ എത്തിച്ചു എന്നുള്ളത് സകലരും തിരിച്ചറിയേണ്ടതാ. നമ്മുടെ തലസ്ഥാന നഗരയിലെ 50-ലധികം സിഗ്നൽ ലൈറ്റുകൾ കോർപ്പറേഷൻ പരിധിയിൽ മാത്രം കത്തുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്താവസ്ഥയാ. അതേസമയം കോർപ്പറേഷൻ പറയുന്നു തെരുവ് വിളക്കുകൾ കോർപ്പറേഷൻ പരിധിയിലുള്ളതിൽ ഏതെങ്കിലും 48 മണിക്കൂറിലധികം കത്താതിരുന്നാൽ അതിന് വ്യക്തമായ ഫൈൻ അടപ്പിക്കോ. അത്തരത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ജനങ്ങൾക്ക് വേണ്ടി വികസനം ചെയ്യുന്നു. അത് ചെയ്തു എന്ന് അറിയിച്ച് പരസ്യം കൊടുത്തങ്ങ് നിർത്തുകയല്ല, അതിൻ്റെ പിന്നാലെ തന്നെ ഘട്ടം ഘട്ടമായിട്ട് പിന്നാലെ പോയിട്ട് അതിൻ്റെ ഗുണവും ജനങ്ങൾക്ക് കോർപ്പറേഷൻ ഉറപ്പുവരുത്തുന്നു. മാത്രമല്ല, തങ്ങളെ ഭരണത്തിലേക്ക് എത്തിച്ചത് മുൻ ഭരണകൂടം വളരെ മോശമായ രീതിയിൽ ഭരിച്ചത് കൊണ്ടാണ് എന്ന വ്യക്തമായ ബോധ്യത്തിൽ ജനങ്ങൾ പറഞ്ഞതായിരുന്നു ശരിയെന്ന് ബോധിപ്പിക്കുന്നതിന്റെ ഒരു ഉത്തരവാദിത്വം മേയറും കൂട്ടരും ഏറ്റെടുത്തുകൊണ്ട് മുൻ മേയറൊക്കെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പുകൾ ഘട്ടം ഘട്ടമായിട്ട് എടുത്ത് പുറത്തേക്കിട്ട് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണവും നടത്തുന്നു. നമ്മുടെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ BJP ഭരിക്കുക. ഇതെങ്ങനെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾ മാത്രമല്ല നോക്കിക്കാണുന്നത്, അത് കേരളത്തിലുടനീളമുള്ള ജനങ്ങൾ അത് നോക്കിക്കാണുന്നുണ്ട്. കേരള ജനതയ്ക്ക് വികസനവും സമാധാനവും ഇതൊക്കെ തന്നെയാണ് ആവശ്യം. അതൊക്കെ തന്നെ BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ വ്യക്തമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ റിസൾട്ട് വ്യക്തമായിട്ട് BJPക്ക് ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇത് നമ്മൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 2 സീറ്റ്, 4-ൽ 2 സീറ്റ്, പകുതി സീറ്റ് BJP വിജയിച്ചത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ്. ഈ കോർപ്പറേഷനിലൂടെ കേരളം പിടിക്കാൻ പോവാ BJP. തർക്കമില്ലാത്ത വിഷയം. അതിന്റെയൊക്കെ റിസൾട്ട് ഇനി അടുത്ത ഇലക്ഷനിൽ നമുക്ക് നോക്കി കാണാം.